ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് മുരുമുരുത്തൊരു ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 3 സവാള, മീഡിയം വലുപ്പത്തിലുള്ള 3 സവാള എടുത്ത് പാകത്തിന് ഉപ്പിട്ട് നല്ല തിരുമ്പിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുക കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില ഇട്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട്, പിന്നെ മൈദയും ഇട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ചിട്ട് ഇപ്പോൾ ഇതേപോലെ കുറച്ച് കട്ടിയിൽ കുഴച്ചെടുത്തു. ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ കോരിയിടും കേട്ടോ. അപ്പോൾ ആ സ്പൂണ് വെച്ച് കോരിയിടുമ്പോൾ ആ സ്പൂണിൻ്റെ തല വെച്ചിട്ട് തന്നെ നമുക്കിതിങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ പിന്നെ കയ്യിൽ വെച്ച് പരത്തിയിട്ടൊന്നും പിന്നെ എണ്ണയൊക്കെ ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്പൂണിൻ്റെ തല വെച്ച് അങ്ങനെ പരത്തി അങ്ങനെ ഉള്ളിവട പരന്ന് വരും കേട്ടോ. അങ്ങനെ മാവൊക്കെ നമുക്ക് അതിൽ ചട്ടിയിൽ കൊള്ളുന്ന അത്ര മാവ് അതിലിട്ട്, പിന്നെ ഇടയ്ക്കൊക്കെ നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചിടണം കേട്ടോ. തിരിച്ചും മറിച്ചിട്ട് നല്ല മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കിത് ആയി വന്നു. അപ്പം നമുക്കിത് കോരിയെടുക്കാം. ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് ബാക്കിയുള്ള മാവും അതേപോലെ കോരിയിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു വൈകുന്നേരം സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പുതിയതായിട്ട് പാചകം പഠിച്ച് വരുന്നവർക്കൊക്കെ പറ്റിയ ഒരു സ്നാക്കാണ്. ഒരു നാടൻ സ്റ്റൈലുള്ള ഒരു ഉള്ളിവടയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിൻ്റെ ടേസ്റ്റും പച്ചമുളകും കറിവേപ്പിലിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മുന്തി നിൽക്കുക. ഒരു വേറെ നാടൻ സ്റ്റൈലുള്ള ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുകൊണ്ടോ, ഇഷ്ടപ്പെട്ടാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടോ. താങ്ക് യു.